ഫോൺ എടുത്ത് പുതിയ അൾട്രാ ഇവന് കൊടുത്ത് ഇവന്റെ തന്നെ ഇന്നെടുത്ത സാധനമാണ്. ഓനങ്ങനെ പറയാ കൊറേ കാലം ഇവന് കുഞ്ഞു ഫോണും കൊണ്ട് കളിക്കുന്നു. വലിയ ഫോൺ നടത്തുന്നു. നീ എന്താണ് വണ്ടിയിൽ കാണുന്നത്? എല്ലാവർക്കും ഒരുമിച്ച് തുടങ്ങും. ഒച്ചപ്പാടും പോലെ മൊത്തം തന്നെ. അപ്പൊ മൊത്തത്തിൽ നീ അടക്കം 7 ആള്. പിന്നെ ഇവരെത്രയുള്ളത്? ഇതാ 3 4 ആള് 3 10 ആള്. മടന്ന് ഓടി. നെറ്റും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഓടി. പിന്നെ നിങ്ങളെ കണ്ടില്ല. ഒന്നുമില്ല ഒന്നുമില്ല. ബ്രോ ഒന്ന് കണക്കി കൂട്ടൂല ബ്രോ. നേരത്താണോ ലാസ്റ്റ് 1 സെക്കൻഡിന്റെ ഇതിലാണോ? 1 സെക്കൻഡിലാണ് തോറ്റല്ല, ടൈയാന്ന്. പക്ഷെ ഇവനോട് ഇവനൊരു ടൈ അടിക്കുന്നത് നോക്കുന്ന പോലെ. സംഭവം എന്താ അറിയോ? തൊപ്പി ഇൻസ്റ്റാൾ ചെയ്ത് സെൻസിറ്റിവിറ്റി ഇല്ല അല്ലെ? സെൻസിറ്റിവിറ്റി ഇല്ല, ഗൈറോ ഇല്ല, ഒന്നുമില്ല. നീ ഇതാക്കിയില്ല, നീ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ തോറ്റ അങ്ങനെ പറഞ്ഞ ഞാൻ ജയിച്ചു. എങ്ങനെ കഴിക്കാൻ സ്ഥലമില്ല ബ്രോ. ഞങ്ങൾ എന്റെ ബർത്ത്ഡേ കേക്കട്ടോ എന്നാണ്. കേക്ക നടക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞു 12 മണി കഴിഞ്ഞു. അപ്പൊ ഇന്ന് കൊല്ലും ഞാൻ. അടിക്കൂ താടിത്തൊട്ടൊരു സ്വഭാവം പറ. അതല്ലേ കേരള പിള്ളേർ വന്നിട്ട് എല്ലാവരും തുപ്പില്ല. ഫാൻസാണ്. അതല്ല, നിങ്ങള് സ്റ്റേഡിയത്തിനുള്ളിൽ ഇത് ചെയ്തിനാ കണ്ടന്റ് ചെയ്താ ഉള്ളു ഇത് മാത്ര എല്ലാരെയും കണ്ട് എല്ലാരും ഫോട്ടോ എടുത്ത് കണ്ടില്ല. പക്ഷെ ഈ ആകെ സീനായതെന്താ പറയാ ഇവനോട് തോറ്റ ഒന്നും കണക്കിലില്ല. ലൂണാന് മീറ്റ് ചെയ്ത് പിന്നെ ഇവന്റെ ഒന്നിച്ച് തോറ്റ എന്താ ഒന്നും കണക്കിലില്ല. ഇവൻ ഏതായി ഒട്ടാ കിങ് സ്നൈപ്പർ കിങ് ഓഫ് ദ കേരള. നിന്റെ അതേ കളി, നിന്റെ അതേ നല്ല കഴിക്കുന്നുണ്ട്. സൊമാറ്റോ എവിടുന്നെങ്കിലും കഴിക്കാം. അതൊന്നും കഴിച്ചാൽ മതി. പിന്നെ കാർഡ് റിന്യൂ ചെയ്തു. നാളെ ഉച്ചക്ക് ചെക്ക് കിട്ടും. ഇവരങ്ങളല്ലേ കൊണ്ടോണോ? ആവശ്യമുണ്ട്. നേരെ പോയി ടവല കൊടുത്തു. ബാത്റൂമിനെ ചാടി. ഞാൻ ചൂടുവെള്ളം തുറന്നു കൊടുത്തു. നീ ചോടിയില്ലേ?
അല്ല എന്തായിട്ടും സാധനം ഉണ്ടോ? പോവാ ഹോട്ടലിന്റെ പോലും ഗാലക്സി പോവാ വേറെ ഹോട്ടൽ വേറെ ഹോട്ടലിൽ മറ്റേ ഹോട്ടലിൽ പോവാ മറ്റേ ഹോട്ടലിൽ പോവാ മുഴുവൻ നിൽക്കൂല. മൂന്നിന്റെ ഇല്ലല്ലോ, പരിപാടികളില്ലല്ലോ, സെലിബ്രേഷൻസ്. മെസ്സേജ് വല്ലതും വന്നോ ഗ്രൂപ്പിൽ? ആ പ്ലാൻ ഉണ്ടോ? നാളെ അത് നാളെ ഉണ്ടാവില്ല. അത് വടിയും നിങ്ങളെ കൊണ്ട് പറ്റോ നിർത്താണ്ട് ലൈവ് നാളെ രാവിലെ വരെ ഉറങ്ങാണ്ട്? ഇല്ല, അനക്ക് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണ്ടേ? ഉറങ്ങൂല. നേരത്തെ ഞാൻ ശരിക്കൂല്ലേ, ഞാൻ ഒരു കാര്യം പറ്റും, 6-8 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ മടുത്ത് പണ്ടറങ്ങി നിർത്തിയാലോ എന്നുള്ള മൈൻഡായി. എന്നിട്ട് ഞാൻ നിർത്തിയില്ല, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത്. ഇതിപ്പോ 12-13 മണിക്കൂർ 13 മണിക്കൂർ ആയിരുന്നു. അല്ല ഞാൻ ഇറങ്ങുമ്പോണ്ടല്ലോ ഭയങ്കര കൂടെ തരുപടി അല്ലേ? നമ്മളിറങ്ങുമ്പോ ടിക്കറ്റ് ഇറക്കി ആൾക്കാര് പെരും തരുപടി. കൊറേ ആള് ഇറങ്ങിപ്പോയ പൈസ വേറെ സീൻ എന്താ പറയാ, എനിക്ക് കംപ്ലീറ്റ് മിസ്മാനേജ്മെന്റ്. ഒരു പരിപാടി നടത്താൻ അറിയില്ല. തൊപ്പി ലൈവ് ഓൾറെഡി ചെയ്ത് തൊപ്പി ലൈവ് കാണാൻ കൊടുത്തിന് വണ്ടി അത്ര പറയണം. പിന്നെ പറയാനല്ലേ അനക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണോ? വേണ്ട അടി ഇതിൽ പഠിച്ചാലോ, ഇതിൽ ഡ്രൈവിംഗ് പഠിച്ചാലോ? ഓടിക്കാൻ തരുമല്ല എന്നാ ഓക്കെ. നിങ്ങളെ ബാക്കിൽ നിന്ന് വരാ വിട്ടോ, പോയി one day. Look at that. One day, man, one day, inshallah, inshallah. Cameraman കുണ്ടിൽ വീണ് നോക്കും ഇപ്പൊ. പോയി ലൈവില് സ്റ്റിൽ ഓണാ. എത്ര പോയിന്ന് പറഞ്ഞേ? അല്ല ഞാൻ നോക്കിയില്ല, ഞാൻ വെച്ച് പോയാ ഇതായൊന്നും അറിയില്ല. ഫോണ് ചത്തടാ. ഓഫായാ അവരെ കൊണ്ട് മുമ്പില് നമുക്ക് വഴിയറിയില്ലല്ലോ, അവരുടെ കൊണ്ട് മുമ്പില്. താളിൽ ഊമ്പിയ ഫുഡാന്നാ ഗാലക്സി എടാ നമ്മള് പോകുന്ന സ്ഥലത്ത് ഊമ്പിയ ഫുഡാന്നല്ലോ ചാറ്റ്. ഗാലക്സി ട്രസ്റ്റ് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാണ്ടിരിക്കും. വൈറ്റ് ക്യാപ്പ് പോയി കിട്ടി ബ്രോ. വൈ ബ്രോ എടാ ഡാൻസ് കളിക്കാൻ പഠിപ്പിച്ചരാന്ന് പറഞ്ഞു. എടാ വേറൊന്നും ഇല്ലടാ, ആള് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് അത്രേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നമില്ല. ഇവരെല്ലാം വെച്ച് നോക്കുമ്പോണ്ടല്ല, ഇവ തിന്നിട്ട് ഉറങ്ങാനാ വരുന്നത്. ഇവരെല്ലാം വെച്ച് നോക്കുമ്പോ ചെക്കൻ ഭേദം മീൻസ് കമ്പാരിറ്റീവ്ലി മനസ്സിലായോ. കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവ് ആണ്, ആ ഒരു പ്രശ്നമല്ല. ഇതാ 7 മിനിറ്റ് ഓടിക്കാണ്ട്. ജന്നത്തിനത്തിലെ താല് ഊമ്പിയ ഫുഡാണ് ബ്രോ. ലൂണ മറന്നു, ലൂണന്റെ ഫോട്ടോ മറന്നടാ. ആടെ ഞാൻ സെൻഡ് ചെയ്യിപ്പിക്കാൻ മറന്നു. നീ ഒന്ന് സെൻഡ് ചെയ്യിപ്പിക്കണേ ഇല്ലതിന് പാട്.
ഇവന്റെ ഓരോ പാട്ട് ഇറങ്ങുമ്പോ അത്രയും ഇത് കൂടി വരാനല്ലേ മാപ്പിള ഇതിന്റെ ആ സാധനം ഇത് കൂടി വരാണ് അതിന്റെ സാധനം. നമ്മളെല്ലാം പണ്ട് ഈ മാപ്പിളപ്പാട്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കറിയില്ല ഇത്രയും പൊട്ടൻഷ്യൽ ഇങ്ങനെ റാപ്പിനൊരു പുതിയൊരു ഫ്യൂച്ചർ ഇങ്ങനത്തെ ഈ ടൈപ്പിലുണ്ട് നമുക്കറിയില്ലല്ലോ. ഇത്രയും വലിയൊരു സംഭവം അത് നമുക്ക് കേൾക്കുന്ന നമുക്ക് നീ ആങ്കർ ആകാൻ പോകുന്നു ഷോ മാമ ഡബ്ല്യു മാമ ഡബ്ല്യു മാ നിനക്ക് ഡബ്ല്യു അത് കടക്കുന്നില്ല. ഹലോ ധാരാ ഹലോ ഹലോ എടാ പെണ്ണ് 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 ഹലോ ഹലോ അടുത്ത കേസ് കേസാവോ എടാ പെണ്ണ് ഹലോ ഹലോ ഹായ് സ്പീക്കറാ എടാ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ഏതോ ഹലോ സ്പീക്കർ ഓഫ് ചെയ്ത് പറ്റുന്ന ടൈമിൽ ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട്. ലിറ്ററലി എനിക്ക് പറ്റുന്ന ടൈമിൽ ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട്. പെണ്ണുങ്ങൾക്കാന്ന് മാത്രം പെണ്ണുങ്ങൾക്കാ പിന്നെയും പറയും നീ പറ നിന്റെ അയക്ക് No. Focus on the goals, man. Not on holes. Yeah, bruh. നീ പറയണ്ട. എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. നീ ഇതിലില്ല. നീ ഈ പാക്റ്റിലില്ല. പിന്നെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഇതൊന്നും കൂട്ടത്തിൽ അനക്ക് മാത്രമില്ല. എന്നാ പിന്നെ ഓളെ പേരും വീടും കൂടി പറഞ്ഞു കൊടുത്തേ. വായുട്ടിക്ക തമാശാക്കല്ലേ പൂർണിമ പറയും ചെയ്യും അടുത്തുന്ന പേര് പറഞ്ഞു സ്ഥലം കൂടി കുവൈത്തല്ല ഒമാന് ഇതാ താലി ശരിക്കും അടികളും കട്ടുന്നു. കാരണം അവിടെ ഇതാ താലി പരിപാടി മംഗലപ്പേർക്ക് വന്നാലത്തെ ഫീലല്ലേ മംഗല ഫീലടാ ശരിക്കും മംഗലപ്പേർക്ക് വന്ന ഡബ്സിയാ പോളോ KL 42 അവിടെ 43 ഔട്ട്ഡോർ നൈസായിട്ട് ഇരിക്കാട് ഔട്ട്ഡോർ ഉണ്ട് വണ്ടി വെക്കാലോ വണ്ടി വെക്കുന്നതിന് മുന്നോട്ട് സൈഡ് ഔട്ട് സൈഡ് ആണ് ഔട്ട്സൈഡ് സ്ഥലമുണ്ട് ഞാൻ നിൽക്കട്ടാ നീ അവിടെ ഉണ്ടായതോ ഇതില് കാണൂലടാ കേരളത്തിൽ ജയിച്ചെന്നല്ല നീ വേറെ കാര്യം കാണാം ഇത് നോക്കിയാ
ഓക്കെ നോക്കാം. ഓനുണ്ട് ഫോണ് തിരിച്ചു വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഓന് വവ്വാലിന് വേണ്ടിട്ട് റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞത്. നല്ല കോമഡി അല്ലേ? നല്ല കോമഡി അല്ലേ? നീ എന്താ ചിരിക്കാത്ത? ആ എന്നാ ഓക്കെ. എന്താ അവിടെ ഇരിക്കേണ്ട മനക്കറിയില്ല. എടാ സ്ഥലമുണ്ട, 10 സ്ഥലം വേണ്ടേ? ഓക്കെ ഡബ് 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 അങ്ങനത്തെ പോയാല് നമ്മളെ ബോഡി അല്ലാണ്ട് മൈൻഡിൽ അറിയില്ല. നിങ്ങൾ ജിമ്മ് നോക്കില്ലേ? ഈ ബോഡി ഓക്കെ വേർക്കുന്ന ഇതാകുന്ന മോട്ടിവേറ്റഡ് ആകുന്നല്ലോ ഓക്കെ. പക്ഷെ മൈൻഡിന്റെ ഇതില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ക്വിറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ ക്വിറ്റ് ചെയ്യാണ്ട് പിന്നെയും ചെയ്യാന്നുള്ള സാധനം വരുമോ? ഞാൻ ഒരു ടൈം ജിമ്മിൽ പോയതാ കുറെ കാലം, പിന്നെ ഞാൻ നിർത്തി. അല്ല കുറച്ചു കാലം പിന്നെ നിർത്തി. പക്ഷെ അവന്നല്ല, ഞാൻ കുറേ പോയി. ഞാൻ കുറേ നിർത്തിയിട്ടുള്ള ലൈഫും അത് ചെയ്തോണ്ടിരുന്ന ലൈഫും നമുക്ക് വലിയ വ്യത്യാസം തോന്നില്ല. അതുകൊണ്ട് ആരുമില്ല, വെള്ളല്ലേ? ഇവിടെ നെറ്റ് ഇടുന്നുണ്ട്. വൈഫൈ ടോയ്ലറ്റ് പോയി കാരകനില് ടോയ്ലറ്റ് പോയപ്പോ ഒരു ചെങ്ങായി മാച്ച് കണ്ടില്ലേ ചോദിച്ചു. മാച്ച് കണ്ടില്ലേന്ന് ചോദിച്ചു. കണ്ടു പറഞ്ഞു. ഇന്ത്യ ജയിച്ചല്ലേ? കളി കഴിഞ്ഞു പോകുമ്പോ എന്റെ മൈൻഡ് ഇപ്പോഴും ഫോണില്ലടാ. അയാള് കാര്യമായിട്ട് കൈയൊക്കെ തന്നിട്ട് ISL കണ്ടില്ലേ? ഇന്ത്യ ജയിച്ചില്ലേ? കുറച്ചേരം നോക്കി അയാളിനി ഇന്ത്യ ആ ഡുലൂളിന് ചെങ്ങായി നിങ്ങള് പോകുന്നല്ലേ? അത് 6 മീറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞതാ, ഒന്നും നടന്നില്ല. ഇപ്പൊ 6 വിളിച്ചാ കിട്ടോ? നാളെ ആളാക്ക മന്തിയാ ഒന്ന് മത്താൻ പോയത്. 24 മൂഞ്ചോ ലാസ്റ്റ് നാളെ മെത്ത മറ്റേ കൊക്കയിൽ അടിച്ചിട്ട് രാത്രി പറഞ്ഞിട്ട് വരാണ്ടെന്നാ മതി. സീനാവുക.
എടാ എന്നാ തന്നെ പറഞ്ഞോ, കുഴപ്പമില്ല, നോക്കാം. വേണ്ട, അടിച്ച് കയറ്റാ, കുഴപ്പമൊന്നുമില്ല, അത് സീനില്ല. ധൈര്യതയ്ക്ക് വേണ്ട, എന്നൊരു മന്തി പൊതിയാക്കാം. അങ്ങ് മന്തി കഴിക്കണം എന്നുണ്ടോ? ഇപ്പം പിന്നെ ജലിച്ച തന്നെ ഇതിനു വേണ്ട എന്തെങ്കിലും തിന്നാൻ. എന്തായാലും കുഴപ്പമില്ല. അൽഫാം, ഷവായി, ചൈനീസ് ഐറ്റംസേ ഉള്ളൂ. നമ്മൾ 10 ആൾക്കാരല്ലേ? 10 ആൾക്കാരല്ലേ? അപ്പൊ അത്ര മന്തിയില്ല. മന്തി കഴിഞ്ഞു. എന്നെ മതി. നമുക്ക് വേറെ എടുക്കണം, അല്ലെ പീസ് കൊടുക്കേണ്ടി വരും. അല്ല, അവർക്ക് ഇനി കുറെ അന്വേഷിച്ച് പോകാനൊക്കെ പീസ് ചേഞ്ച് ചെയ്യേണ്ടി വരും. പൊട്ട ഇവര് മന്തി അടിച്ചാൽ നമുക്ക് ബട്ടർ ചിക്കന്റെ ഹാഫ് വാങ്ങിയ 3 പീസിക്ക് 3 പീസ് നമുക്ക് കിട്ടിയ ഇതിന്റെ തൂറാൻ മുട്ടി പോകാൻ നോക്കിയാ, തൂറാൻ മുട്ടിട്ട് പോന്നെ. ശരിക്കും ആ നടത്താൻ നടന്നത്, സത്യം പറഞ്ഞ ആ നടത്താൻ നടന്നത്, പാരഗണ് കഴിച്ചത് കുറച്ച് ഓവറായി, ചെറുതായിട്ട് വയറിളക്കം പിടിച്ചോട്ടെ. ഞങ്ങള് വരുന്ന വഴിക്ക് അപ്പൊ നിങ്ങളിവിടെ ബിസി ആണെന്ന് പറഞ്ഞു. എത്ര മണിക്കൂർ മുമ്പ്? ഒരു 1.5 മണിക്കൂർ മുമ്പ്. 1.5 മണിക്കൂർ മുമ്പ് വയറ് ടൈറ്റ് ആക്കി ഇപ്പൊ പിന്നെ വയറ് ടൈറ്റ് ആക്കാൻ വന്നതാ. ഇപ്പൊ ഞങ്ങള് ജ്യൂസ് മാത്രമല്ല കഴിക്കുന്നുള്ളൂ. നിങ്ങൾ തിന്നാൻ പറയുന്നില്ല, ഫുഡ് ജ്യൂസ് ഓൺലി. ഒരു ഷവായിയുടെ ഫുള്ളൊന്നും പറഞ്ഞത്. പിന്നെന്താ വേണ്ടേ? പൊറോട്ട, ചപ്പാത്തി, ഷവായ, കൽപ്പാമ ഒന്നാണ്. ചിക്കൻ ചട്ടിക്കറി എടുക്കാനോ? വേസ്റ്റ് ആണ്. നമുക്കില്ലേ ബട്ടർ ചിക്കൻ തന്നെ. ഞാനും പൊറോട്ടയാണ്. ഞാനാണ് അടിക്കാറ്. എല്ലാം പ്ലാനിങ് ആണ്. ഞാൻ പോയപാട് കിടന്നുറങ്ങുക. ഇതിന്റെ സ്ട്രീമോ കാര്യമോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ക്യാമറമാന്റെ റെസ്റ്റ് കണ്ടത് ചോദിച്ചു. അതാ ഞാൻ മാക്സിമം ഞാൻ തന്നെ പിടിക്കാൻ നോക്കുന്നത്. ഞാൻ തന്നെ പിടിച്ചോളാം നോക്കാം. എന്നാലും ഒരു പെണ്ണ നോക്കി ചിരിച്ചടാ. എന്താണ്ട് ഇടയിലൊരു ഹായ്. നമുക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. ഒരു മിനിറ്റ്, 2 പെണ്ണുങ്ങൾ അല്ല 3 പെണ്ണുങ്ങള് 2 ആണാന്ന്. അപ്പൊ ഒരാൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ല. ഒരാൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ല. ക്രോണിക് കോഴീന് മുന്നിൽ നിന്നിട്ട് ഈ പറയുന്നത്. Chat. Should I go talk to her? Chat or. മറ്റേ പരിപാടി എഡിറ്റ് വെച്ച കുറെ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കി വിടും. ഇത് പ്രീ റെക്കോർഡിലാന്ന് പറയുന്നത്. അല്ല, അങ്ങനെയും പറയും. Chat. ഇത് പ്രീ റെക്കോർഡിലാണെന്ന് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും? ഞാൻ 24 hours സ്ട്രീം ചെയ്യുന്നത് പ്രീ റെക്കോർഡാന്ന് തോന്നുന്നുണ്ടോ? റെക്കോർഡ് ചെയ്ത് വെച്ചാന്ന് തോന്നുന്നുണ്ടോ? ചാറ്റ് വരുന്നുണ്ടോ ഇതിനകത്ത്? ചാറ്റ് എന്ന് പറയുന്നത് എല്ലാരും പറഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാരും അങ്ങനെ വിചാരിക്കാം. ഇത് പ്രീ റെക്കോർഡ് ചെയ്താണ്. എല്ലാരും നൈറ്റിന് 12:45. ഷസാമോ? ഷസാമിനെ വിളിച്ചാൽ നേരത്തെ മീറ്റ് ഷസാം. നാളെ കാണാം. ഷസാമിനെ കാണാം. ഷസാമിനെ ഒട്ടിച്ചരാന്ന് പറഞ്ഞു. ഷസാമിനെ ഒട്ടിച്ചരാ. നമുക്ക് 6 ടണ്ണിനായിട്ട് പൊട്ടിച്ചന്ന സീക്രട്ട് അയച്ചല. നാളെ വേറൊരാളെ കൂട്ടിത്തരണ്ടേ? മുന്നു ഒന്നും മിണ്ടാണ്ട് നിൽക്കുവാ. നാളെ മറ്റേ
മുട്ടിച്ചേരാ ചാറ്റ് പറയുന്നത് എടാ ആരോ മുട്ടിച്ചരാന്ന് പറഞ്ഞു, ഇപ്പൊ പറയാൻ പറ്റാന്ന് പറഞ്ഞു ലൈവില്. ആരാങ്ങോട്ടെ ഞാൻ പറയില്ല അതവിടെ പോയി പറഞ്ഞു. ഇല്ല ഞാൻ പറയൂലെന്ന് പറഞ്ഞു. ഞാൻ പറയൂല, ഓൻ പറയണ്ടെന്ന് പറഞ്ഞു. ഓണ്ടൊക്കെ പറയാൻ കഴിയില്ല. ഓണ്ട സോറി. അതെ മസ്താനിലെന്ന് എനിക്കറിയോ? മോഹൻലാലിന്റെ ഡൂപ്പ് ഇതാണ് മുകേഷ് നായർ. മൂപ്പരവിടെ ഉണ്ടാവും ഗ്രൗണ്ട് ക്ലാസ്. ഷാസിനാണ് വെറുതെ ഇവിടെ വന്ന ഷസാൻ കണ്ടിട്ടില്ല. മൂപ്പര് ഭയങ്കര മില്യനാറാണ്. നാളെ മുട്ടിച്ചേരാം. എടാ നമ്മ പൈസക്കാരനോട് അല്ല ഓവർ ഡബിൾ അത്യാവശ്യം ഡബിൾ കുടിക്കാൻ പറ്റില്ല. എന്താ പറയുന്നത്? എന്താ പറയുന്നത്? ആ ഇത് നേരത്തെ അവിടെ പോകുമ്പോ അന്ന മുതൽ ചാറ്റ് മൊത്തം എന്താ പറയുന്നറിയോ? കിക്ക് വൈറ്റ് ക്യാപ് അങ്ങനെ പറയുന്നത്. ചാറ്റിനോട് മൊത്തത്തിലൊരു കാര്യം പറയട്ടെ, ഓൻ ഇപ്പൊ ചവിട്ടി പുറത്താക്കണം. സംഭവോ ഓൻ എന്നെ പബ്ജി തോപ്പിച്ചില്ലേ, അതുകൊണ്ടായിരിക്കും മിക്കവാറും. മറ്റത് കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിട്ടുണ്ട്? വിക്കി ഞാൻ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാ അനിരുദ്ധിന് രണ്ട് ഡാൻസ് കളിച്ചത് കാണിച്ചതാ. ഡാൻസ് ഉണ്ടല്ലോ വൈറ്റ് ക്യാപ്പിന്റെ ഡാൻസ് ആണോ? കാണിക്കുന്നത് വൈറ്റ് ക്യാപ്പിന്റെ ഡാൻസ്. ഏതാ സാരോടാ അത് കാട്ടോ, ഓരൊന്നും അറിയാണ്ടാണ് ഇരിക്കുന്നത്. പാവടാ കാര്യം മുനോ ഞാനാ പെണ്ണോട് ഞാൻ ട്രൈ ചെയ്താലും അതിന്റെ വന്നെ സമ്മതിക്കൂലടാ. വെയിറ്റ് ഒരു പരിപാടിയോ വെയിറ്റ്.
ആ കൊറേ സമയം മസ്താനി കോൾ മസ്താനി മസ്താനി കൊറേ ആള് മസ്താനി എന്ന് പറയും. മറ്റേ മസ്താനി ഇന്റർവ്യൂ ചെയ്യുന്ന മസ്താനി ഇല്ലേ? വെറുതെ അല്ല എല്ലാരും സ്പാം ചെയ്യുന്നത്. മസ്താനി അവൾക്ക് റോഡിലുണ്ടാ അജിനുണ്ടായിരുന്നു എല്ലാവരും ഉള്ളത്. അവര് രാവിലെ ഇന്റർവ്യൂ എടുക്കാൻ വന്നാ സിദ്ധാർത്ഥന് സിദ്ധാർത്ഥന് ഇന്റർവ്യൂ എടുക്കാൻ വന്നാ ബോയ്സിലായിരുന്നു സിദ്ധാർത്ഥന്. ഹനാൻസ് അവിടെ ഉണ്ടല്ലോ. ഹനാൻസ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് മലപ്പുറത്ത്. ഓ അടാ മുത്ത് അടാ ഹനാൻസ് ഡബ്ല്യൂടാ ബ്രോ. ഐ ലവ് യു ബ്രോ. ഹനാൻസ് പറഞ്ഞോക്കിയാ സ്ട്രീമില് സാധനം ഇട്ടിട്ട് കുടുംബക്കാരൻ വിളിക്കണ്ടേ എപ്പോഴാ വരുന്നത്? വരുമ്പോ പറയും ഞങ്ങളെല്ലാരും ഫുള്ള് നാട് മൊത്തം അറിഞ്ഞേക്കും സേവായി. എന്തായാലും എന്നോട് നേരത്തെ പറയും. ഞാനില്ലേ ഞാനിപ്പോ കൊച്ചിയിലുള്ളത്. എന്നിട്ട് ഇവിടുന്ന് ഞാൻ രണ്ടു ദിവസമല്ല കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ച് കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് ഞാൻ മലപ്പുറത്ത് വരാൻ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വരുമ്പോ എന്തായാലും വിളിക്കാം. ഓക്കെ. ലവ് യു ബ്രോ. ലവ് യു സോ മച്ച്. ഡബ്ല്യൂടാ നാൻസ ഡബ്ല്യൂടാ. മീറ്റ് അല്ല ആ ഫോട്ടോ ആ എടുക്കാം പുറത്താ. ആ കഴിച്ചില്ല. ഓക്കെ. എടാ ഓരോ അത്ര വരെ ഒരു കാത്തിരിക്കയ്യോ. പടത്തിന്റെ പ്രൊമോഷൻ പാർട്ടി കൂടിയിട്ട് അവിടെ ഇങ്ങനെ കാണിക്കോ? കഴിച്ചിട്ട് നോക്കിയോ? കാര്യം പറയാ. എവിടത്തേക്ക് വന്നിപ്പോ? അത് കിടക്കണം. അത് ഈ ഒട്ട നാട്ടില് അയ്യാറില് ദിവസം നടക്കൂലടാ. പക്ഷെ ഇപ്പൊ കൊറേ സമയം കട്ടാണ്ട് ഇതുവരെ കട്ടായില്ലല്ലേ? ആ ഇപ്പൊ കൊറേ സമയം എല്ലാരും ഒന്നും ചെയ്യുന്നാ.
ശരിയായ പ്ലെയറാണ് ഇവൻ. വാ. അത് വേണമെങ്കിൽ മാറ്റി വെച്ചോടാം. അവിടെ വെക്കാൻ കയ്യിലും മാറ്റി വെച്ചോ, അടുക്കാരും വെച്ചോ. ഉള്ളി കേൾക്കണ അതിനകത്ത് ഇതിലാ ഈ സൗണ്ടിൽ എല്ലാം കേൾക്കും അതിനകത്ത്. മൈക്കൊക്കെ അറിയോ? റോഡല്ലേ? റോഡാന്ന് പറഞ്ഞ കാര്യമില്ല, അങ്ങനെ കേൾക്കൂലോ. ഭയങ്കര ഞാൻ നേരത്തെ കേട്ടു. എടാ അപ്പൊ ഞാനോ താളാ എടാ നീ ഇതെടുക്കുന്ന അപ്പൊ പീസ് അങ്ങ് തരുന്ന ഇത് വലുതാണ്. ഏതാ എടാ ചോറാളാ എടാ എന്റെ പേരുമ്പോ നീ എടുത്തോട്ടോ. ഇനി വരാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അപ്പൊ വരാനില്ലേ? മന്തി അമ്മ ഇവനാ പറഞ്ഞ അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ? എടാ ആരാ പറഞ്ഞ താലിന്റെ ഫുഡ് ടേസ്റ്റ് ഇല്ല? ആരാ പറഞ്ഞ? ചേട്ടല്ലേ പറഞ്ഞ താലിന്റെ ഫുഡ് ടേസ്റ്റ് ഇല്ല. ഈ താലല്ല, ഇവിടെ കുറെ താലുണ്ട്, 3-4 താലുണ്ട്. കാക്കനാട് താല അടിപൊളിയാ. ഈ താല് മന്തിയല്ല, അത് ഫ്രൈഡ് റൈസ് അല്ല. എനക്കറിയില്ല, ഞാൻ ഇങ്ങനത്തെ ഫുഡൊന്നും ഒന്നുമില്ല. ഞാൻ ഇവന്റെ പഴകിയ പുട്ടും മുട്ടിയും നോക്കിട്ട് ഞാൻ ഇങ്ങനെ ആയി. എന്നെ കോലം നോക്കും. പഴകിയൊന്നല്ല, നല്ല ഫുഡാണ്. എന്തായാലും പറയാം, നല്ല ഫുഡാണ്. ഞാൻ എന്തായാലും പറയാൻ ഡെയിലി അത് തിന്നാം. പുട്ടും മുട്ട എങ്ങനെ മിക്സ് ചെയ്യാം? പുട്ടും മുട്ട സത്യത്തിൽ പുട്ടും മുട്ട അറിയില്ല. സ്പെഷ്യലാണത്. മുന്നേ അറിയപ്പെടുന്ന തന്നെ പുട്ടും മുട്ടാന്നാണ്. മുട്ട നല്ല ടേസ്റ്റാ. ആയി
പൊറോട്ട മിക്സിലും ഫുഡ് എല്ലാ പൊറോട്ട മിക്സ് പോലെ ഫുഡ്. അല്ല അപ്പൊ നിങ്ങൾ നേരത്തെ വിബ്ജോറും തിന്നിട്ടില്ലേ? നിങ്ങൾ വന്ന ഇത് കുടിക്കാറാ? ഓൻ കഴിക്കണ്ടാ, ഓനെ കൊണ്ടോട്ടെ നമ്മള്. അത് നമ്മളെ മുതലല്ലേ, വേണമെങ്കിൽ വെച്ചോട്ടോ, വേണമെങ്കിൽ കൊണ്ടേക്കോ. ഡാൻസ് കളിക്കും, പാട്ട് പാടും, വീഡിയോ എഡിറ്റ് ചെയ്യും, ക്യാമറ എടുക്കും, ഗെയിം കളിക്കും. പക്ഷെ വെള്ളക്യാപ്പിനെ ചവിട്ടി പുറത്താക്കി. വെള്ളക്കാമ്പാ അങ്ങനെ വെള്ളക്യാപ്പ് വെള്ളക്യാപ്പടാ അങ്ങനെ ചാറ്റിന് എന്താന്നറിയില്ല. ചാറ്റിന് വെള്ളക്കാപ്പിന് ഇഷ്ടപ്പെടാത്ത അരിക്കുട്ടൻ അനിമോൻ വിളിക്കുന്ന കറക്റ്റ് വോയിസ് ഇട്ടിട്ടുണ്ടോ അതിനകത്ത്? കുറവാണെന്നാലും ഭയങ്കര കുറവാണ്. ചെവിയിലേക്ക് മോനെ ഏജന്റിന് വാരി കൊടുക്കും. പിന്നെ മൊത്തം ഏജന്റ് കിസ്സോ കിസ് ഏജന്റ് കിസ് എന്തോ ചാറ്റ് പറയാതൊന്നും ചെയ്യും. ചാറ്റിന് വേണ്ടാണ് വേറെ കിസ് വൈറ്റ് ക്യാപ്പ് എന്ന് പറയണ. കിസ് വൈറ്റ് ക്യാപ്പ് നിങ്ങൾ പറയുന്നത് കേൾക്കല്ലോ. വൈറ്റ് ക്യാപ്പ് ജില്ലയുണ്ട്. പറഞ്ഞ ഒരു 35 ദിവസം മൊത്തം വീണു. അല്ല ബാപ്സ് എന്താ പറഞ്ഞ? അത് പറയുന്നില്ല. കിസ് വൈറ്റ് ക്യാപ്പ് വന്ന് കിസ് വൈറ്റ് ക്യാപ്പ് അടി പോലെ കിസ് വൈറ്റ് ക്യാപ്പ് കിസ് വൈറ്റ് ക്യാപ്പ് ഒരു 30 സെക്കൻഡ് ഡിലേ ആയതല്ലേ. കിസ് വൈറ്റ് ക്യാപ്പ് കിസ് വൈറ്റ് ക്യാപ്പ് ഓടി. എടാ അടുക്കളയിലുള്ള എല്ലാ കോഴിയും വന്നിട്ടുണ്ടല്ലോ ഇതിനകത്ത്. ഞാൻ എടുത്തോളും. ഞാൻ ഇങ്ങനെ കുത്തി കയറ്റിയാല് കടന്നുറങ്ങും കേട്ടോ മിക്കവാറും. എനിക്ക് ഒന്നാമത് മൂന്നാമത്തെ ദിവസത്തെ ഉറക്കാണത്. 2 ദിവസത്തെ ഉറക്കം ഓൾറെഡി ഉണ്ട്. അതിനൊന്നിച്ച് ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമുണ്ട്. ഇനി ഈ ഫുഡും കൂടി എൻ്റെ ഉള്ളിൽ കുത്തി കയറിയാൽ ഞാൻ എന്തായാലും ഉറങ്ങും. നോക്കാം. എനിക്ക് 24 ഒരു വാശിയാണോ, ഞാൻ തീർക്കണം. 24 എൻഡില് ദുബായി പോയി തൊപ്പി മല്ലു ട്രാവലറിനെ കാണും. 1 മണിക്ക് 2 ഇത് കേരളത്തിൽ വർക്കാവില്ലാന്നാണ് നായിക്കളയെന്ന് എനിക്ക് കാണുന്നത്. പിന്നെ കുറെ ആളുണ്ട് സ്ട്രീമിൽ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതാ ഓഫീസിൽ പറഞ്ഞതാ. ഇത് ഒരിക്കലും കേരളത്തിൽ വർക്കാവില്ല. ഇതെല്ലാം ആടെ പുറത്ത് മാത്രം വർക്കാവില്ല. ഇവിടെ നടക്കൂലെന്ന് പറഞ്ഞു. ഇത് ബിഗ് ഡബ്ല്യു ആയത്. ഇടയ്ക്ക് വെച്ച് നെറ്റ് പോകുന്നൊരു പ്രശ്നമുണ്ട്. അത് കുറച്ച് ഇടങ്ങാറാണ്. അത് വഹിച്ച് വെച്ചാൽ And welcome to the Spotify Tips and Tricks podcast. മീറ്റ് ദുൽഖർന്ന് പറഞ്ഞാൽ ഈ ദുൽഖറിനെ കിട്ടണ്ടേ? Get answers to your questions and find new ways to make the most of the Spotify app. You might even discover tips, tricks, and features you didn't already know about that'll make your Spotify experience so much better. Follow and rate us on Spotify. ഈ പുതിയ പോസ്റ്റർ ഉണ്ടോ? ആ തോക്കില്ല വേറെ വന്നാ പുതിയ പോസ്റ്റർ വന്നാ. വില്ലനാരോ മനസ്സിലായോ? സഞ്ജയ് തൊട്ട് സഞ്ജയ് തൊട്ടല്ലേ? എടാ പുതിയ എടാ ഒരു വില്ലന്റെ കാര്യത്തിൽ ഇങ്ങനെ പിടിക്കുവോ? അപ്പൊ ഈ സിനിമയിൽ വേറെ വില്ലുണ്ട്. സിനിമയിൽ വേറെ വില്ലുണ്ട്. ചാറ്റിനോട് പറയാൻ പറ ലിയോലെ വില്ലനാരാണ്. എന്റെ എടാ ഇത് സഞ്ജയ് ദത്താണ് വില്ലനായിട്ട് നമ്മൾ വിചാരിച്ചേ. പക്ഷെ
പക്ഷെ ആ വില്ലന്റെ കഴുത്ത് പിടിക്കുന്ന പോസ്റ്റർ ആട്ടെ. അപ്പൊ അത് മെയിൻ വില്ലനല്ല, അതിലൊരു മെയിൻ വില്ലൻ ഉണ്ട്. അപ്പൊ റോളക്സ് ആയിരിക്കും. അതായത് റോളക്സ് റോളക്സ് ആയിരിക്കും. എന്റെ മുത്ത നീ ആലോചിച്ച് നോക്കിയാ വിജയിന്റെ പടത്തിൽ സൂര്യ വില്ലനായിട്ട് വരുന്ന ആലോചിച്ച് നോക്കിയാ. സസ്പെൻസ് പൊളി. ലിയോയുടെ പിന്നെ റോളക്സ് പൊളി 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 ഇപ്പോഴേ പൊളി. അവർ ലിയോ ഇറങ്ങുന്നതോടുകൂടി ഇതിനൊരു തീരുമാനമാണ്. ഈ ഒരു മാർവൽ പോലത്തെ ഒരു യൂണിവേഴ്സിന്റെ സ്റ്റാർട്ട് ശരിക്കും തുടങ്ങും. 10 സിനിമ എടുക്കുള്ളൂ. 10 സിനിമ ഉള്ളൂ. കഴിഞ്ഞ നിർത്തും. അത് നിർത്തുന്നെല്ലാം പറയുന്നതാണ്. നല്ല ഇട്ടായാലും കഴിഞ്ഞു എന്താ ഓ യൂണിവേഴ്സ് വെച്ച് നമുക്കൊണ്ടൊരു യൂണിവേഴ്സ്, ബേസിൽ യൂണിവേഴ്സ്. കുഞ്ഞി രാമായണം, മിന്നൽ മുരളി, അത് കാര്യത്തില് ഇത് സീരിയസ് ആയിട്ട് ബേസിൽ യൂണിവേഴ്സ് ഉണ്ട്, ഞാനുണ്ട്. അടുത്തോന്ന് ഇറങ്ങി കൺഫേം ആക്കാം. അല്ല വില്ലൻ ഏതിട്ടല്ലടാ, വില്ലൻ റോളക്സ്. നിങ്ങളെ ഇത് കൊടുത്തു, ഓള് കൊടുത്തു, ഓള് കൊടുത്ത് ഓള് വിറ്റ്. നിങ്ങൾ ഓള് കൊടുത്തോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഓളെ വിറ്റ്. ഓളല്ല ഓൾവോ. ചിലപ്പം മീറ്റ് ചെയ്യാൻ പറ്റും. വായിക്കാൻ അറിയാത്തതുകൊണ്ട് ചാടി വിളിക്കുക നാളെ. കഴിഞ്ഞ യാത്ര ഇല്ലല്ലേ. അത് ഈ ടൈം ആയിക്കൊണ്ടാ. ഫസ്റ്റ് നേരത്തെല്ലാണെന്നില്ല എങ്ങനെ റിഫ്രഷ് അടിച്ചാലും നൗന്ന് പറഞ്ഞൊരു 30 മിനിറ്റ് 10 മണി ടൈമെല്ലാം അങ്ങനെ ഉണ്ടാവും. എങ്ങനെ റിഫ്രഷ് അടിച്ചാലും നൗന്ന് ഒന്നേകാലുള്ളൂ. ഒന്നേകാലം കുറവാണ്. എൻ്റെ പിള്ളേർ കാര്യത്തില്ലേ എടാ എന്റെ ഫാൻ ബേസ് മാറിയിട്ടപ്പോ പിള്ളേര് മറ്റേലാരും ടീമാണ്. ഇതും പറഞ്ഞ കളിയാക്കല് കാര്യം ഞാൻ നോക്കുമ്പോ ഒരു മറ്റേ വീട്ടമ്മമാര് അങ്ങനത്തെ അവർക്കാ വേണ്ടത്. പിന്നെ ഒരു 10-45 വയസ്സുള്ള നമ്മുടെ ഫേസ്ബുക്കിൽ ഇരിക്കുന്ന കുറച്ച് അമ്മാവന്മാര് പിള്ളേർ ഇവനെ അത്ര വെയിറ്റ് ആക്കുന്നില്ല. കുട്ടികൾ ഫാൻ ബേസ് പോയി. എടാ ഫേസ്ബുക്കിൽ പേജ് കൊടുക്കണ. ഫേസ്ബുക്ക് അങ്ങനെ ആക്കാം. പറയുന്നില്ല ഓനക്ക് അങ്ങനെ ഇഷ്ടം. ഓൻ ഫേസ്ബുക്ക് കൂടെയാ. ഓനെപ്പോ ഫേസ്ബുക്കിലാ. എനിക്കൊന്നും ഉപയോഗിക്കാറില്ല അധികം. പക്ഷെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത് അവിടെ നിന്നാണ്. നീ എന്തൊക്കെ ബാക്കി ടേസ്റ്റ് ഇല്ല. ഓടാ മതിയായി. എല്ലാവർക്കും മതിയായി. അത് തിരിച്ചെടുക്കോ, പാർസൽ എടുക്കാം. അത് ഇതൊന്നും ടേസ്റ്റ് ഇല്ല കേട്ടോ. നേരത്തെ വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായില്ല. എന്തെന്നാ കഴിഞ്ഞ പൊറാട്ടി ബാക്കിയാ. ഇതെടുക്ക, പാർസലാക്ക്. ലിപ്ലോക്ക് ഏജന്റ് പോയാണ്. അത് നിർത്തിയത് ചൂടാ കഴിഞ്ഞില്ല. അതൊന്ന് കൈയ്യോ പെപ്സി കുടിക്കരുത് പറഞ്ഞിട്ട് എടാ പ്ലാച്ചി മലയാണ് കുടിക്കരുത്. ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട് പെപ്സി കുടിക്കരുത്. തൊപ്പിനെ കണ്ടില്ല, തൊപ്പി കുടിക്കില്ല. ഞാൻ തൊണ്ട പോയിക്കൊണ്ടല്ലേ ഞാൻ കുടിക്കും. തൊപ്പി ഭയങ്കര ക്രിസ്ത്യാനോ നല്ല
ആര് ഇയാള് ഭയങ്കര ഫാനാ. റൊണാൾഡോ ഫാനാ? ഈ ചങ്ങായി ഇല്ലേ നമ്മളെ അടിയാക്കാൻ പറ്റുന്ന പരിപാടി എനിക്കിപ്പോ ക്രിസ്ത്യാനോനെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, കുറച്ചായിട്ട്. അതിന്റെ ഒന്നല്ല, ഞാൻ ഈ ഇടക്ക് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളെല്ലാം കണ്ടു. ഞാൻ ഇതുവരെ കാണാത്ത കുറെ ക്ലിപ്സും കാര്യങ്ങളെല്ലാം കണ്ടു അവന്റെ ഇതല്ലോ. എന്ത് മാറിയിട്ടൊന്നുമില്ല. എന്ത് ആര് മാറിയത്? ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ ക്രിസ്ത്യാനോ ഫാൻസ് പിന്നെ പോന്നാ ചതി മോനെ വൻ ചതി. ക്രിസ്ത്യാനോ ഫാനായി. എന്ത് ഞാൻ ക്രിസ്ത്യാനോ ഫാനാന്ന് ഞാൻ പറഞ്ഞ കുറച്ച് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ഞാൻ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് ഞാനില്ല എണീക്കുന്നത്. തീറ്റാന്നല്ല ഇതിന്റെ എടാ ഇവൻ ബാക്കിയാകണ്ട. എന്നാ ഓക്കെ, അതിലെല്ലാം വേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അത് തിന്നു തീർക്കാം. എന്തിനാ ഇവ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് തിന്നു തീർക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവൻ ഇപ്പുറത്ത് ഓരോ തിന്ന് ബാക്കിയിട്ടതിലെല്ലാം ഇറച്ചിയെല്ലാം ഉണ്ട്, കഷ്ണമെല്ലാം ഉണ്ട്, അതെല്ലാം എടുത്ത് തിന്നണ്ട. കഷ്ടപ്പെട്ട് ഇങ്ങനെ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടാണ് തിന്നുന്നത്. നോക്കുന്നു ഒരു ഫോട്ടോ. ഓക്കെ ഫോട്ടോ എടുക്കാൻ വന്നവരോട് ആരോടാ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോ എപ്പോ ഇപ്പാ അങ്ങനെ ചോദിച്ചാ? ഞാൻ പെട്ടെന്ന് മറന്നു വന്നടാ. എന്റെ മൈൻഡിൽ ഞാൻ സാധാരണ പോലെ സംസാരിക്കുന്നതാണ്. ഞാൻ ഈ ആരാന്ന് ചോദിച്ചേ? എന്ത് എന്താ ബാത്റൂമിലാ? സെറ്റപ്പ് അല്ലേ? IR സെറ്റപ്പ് ഇങ്ങനെയാണ്. ഇത് നമ്മളെ നാട്ടിൽ ഇന്ത്യയിലില്ലേ ആരും ഇത് ചെയ്യുന്നില്ല എന്നുള്ളൂ. പുറത്ത് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന സെറ്റപ്പ് ഇങ്ങനെയാ: ഒരു മൈക്ക്, ഒരു ക്യാമറ അല്ലെങ്കിൽ ഫോണ്, പിന്നെ സ്പ്ലിറ്റർ, അതിന് ചാർജ് ചെയ്യാനുള്ള പവർ ബാങ്ക് ഇടുക, ഇതിൻ്റെ ഉള്ളിൽ ഒരു സെക്കൻഡറി ഫോണ്, അങ്ങനൊരു സെറ്റപ്പ്, ഒരു സ്പീക്കറിൽ കൂടെ നമുക്ക് ആരെയും ഡൊണേഷൻ ചെയ്താൽ ഇങ്ങനെ കേൾക്കാം. ഇപ്പം എൻ്റെ ബഗ്ഗായിട്ടുള്ള, എൻ്റെ സെർവർ ബഗ്ഗായിട്ടുള്ള ആ മറ്റേ സാധനല്ലേ അമീൻ ഡൊണേറ്റഡ് 40 രൂപ, അത് ഇതിനെ കൂടെ കേൾക്കാൻ പറ്റും. എല്ലായിടത്തും പറ്റും. യൂട്യൂബും പറ്റും, റൂട്ടർ പറ്റും. എന്നെ റൂട്ടറിൽ നിന്ന് വിളിച്ചിന് ചെയ്യാൻ വേണ്ടി. ഞാൻ പോയില്ല. ഞാൻ ലോക്കോൽ തന്നെ അവിടെ ശീലമായി. ലോക്കോയിൽ തന്നെ മുമ്പേ അതിൽ തന്നെ ആയിപ്പോയി. എൻ്റെ റൂട്ടറിൽ നിന്ന് വലിയൊരു കോൺട്രാക്ട് ആയിട്ട് വിളിച്ചിന്. ഒരു ഭയങ്കര
അൺഎക്സ്പെക്റ്റഡ് കോൺട്രാക്ട് ആണ്, വലിയ എമൗണ്ട് പറയാൻ പറ്റില്ല ഏതായിക്കൊണ്ട്. അപ്പോൾ അത് അവരുടെ പോളിസി. അങ്ങനെ ലോക്കോൻ്റെ ആയാലും റൂട്ടറിൻ്റെ ആയാലും എമൗണ്ട്സ് നമ്മൾ പറയാൻ പറ്റില്ല. റൂട്ടറിന് ഒരു വലിയ, ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത വലിയൊരു എമൗണ്ട് കോൺട്രാക്റ്റാണ്. ഞാൻ പോയില്ല. കാരണം വെച്ചാൽ വ്യൂവേഴ്സിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട്, പിന്നെ ആദ്യം ഞാൻ യൂട്യൂബിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓൾറെഡി ഡ്രാഗ് ചെയ്തില്ലേ, ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ട പരിപാടിയാവും. അതുകൊണ്ട് ഇതാക്കിയില്ല. ഇവിടെ എന്താ പരിപാടിയല്ലേ? 24 ആണല്ലോ ഇത്. 24 അല്ലല്ലോ, ആണോ? 24 ആണോ അറിയില്ല. എടാ പ്ലാസല കംപ്ലാസല എന്നാ ഒന്നിച്ചു. എല്ലാം വന്നു ഒന്നിച്ചു. ചെക്കൻ അത്യാവശ്യത്തിന് ഓടിയില്ലോ, ഓവരണ്ടേ? ആര്? ക്യാമറാമാൻ. ഓൻ വരും. മൂത്രയ്ക്കാനാറ്റം പോയതാണ്. എല്ലാരും നിന്നെ വെയിറ്റ് ചെയ്യുന്നത്. ജീവിതം നീ നിന്റെ നിശാദല്ല പറഞ്ഞ അതെന്താണ് അങ്ങനെ അറിയത്? കഴിഞ്ഞിട്ട് തന്നിട്ടേ മാക്സിമം കുത്തിക്കരി അവന്റെ റേറ്റ് എന്തിനാ അങ്ങനെ കുത്തിക്കയറ്റുന്നത്? ചാടാൻ കയ്യിലാടാ. ചില സമയത്ത് നമ്മള് ചാടണം. പോവാ. അപ്പൊ അവിടെ എത്ര ആള് വേസ്റ്റ് ചെയ്തിട്ട് നമ്മള് അത് പറ്റല്ല, നമ്മളെ കൊണ്ടാണ് നമ്മള് ഓർഡർ ചെയ്ത് വാങ്ങിയാലോ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതും കൂടി എടുത്ത് സേവ് ചെയ്യണം. ബാക്കിയുള്ളതും കൂടി എടുത്തിട്ട് അന്നല്ലേ തിന്നല്. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു. ഹായ് ബ്രോ, എടുക്കാം. പക്ഷെ ഞാൻ നിന്നെയും എടുക്കും. നീ എടുത്തോ. ഞാൻ എന്നെ എടുക്കാം, ഞാൻ എന്നെ എടുക്കാം. നീ എന്നെ എടുക്കാം, ഞാൻ എന്നെ എടുക്കാം. അത് ശോക ഇല്ല, നീ എന്നെ എടുക്കാം, ഞാൻ എന്നെ എടുക്കാം. എങ്ങനെ? അതെന്താ യൂട്യൂബിൽ ഫേമസ് ആവത്തില്ലേ? അതിനെന്താ ഇതായി ഫേമസ് ആയത് കുറച്ചല്ല. യു ഡിസേർവ് ഇറ്റ്. എന്റെ മൂടാണ്ടാണ് നീ ഡിസേർവ് ചെയ്യുന്നുണ്ട്. വാ. എല്ലാവർക്കും ഫുഡ് കഴിക്കുന്നുണ്ട്. അന്നാണ് ഉമ്മാണ് പൈസ കൊടുത്തില്ല. പൈസ കൊടുത്തില്ല. എടാ ഓൻ കൊടുത്ത് സീക്രട്ട് കൊടുത്ത് അല്ല റൂമിലേക്ക് വരുമോ? അടേ ഇതല്ലേ നീയുടെ അപ്പുറത്തെ കാർ പോന്ന്. അല്ലെ അതിൽ കയറിക്കോ പറഞ്ഞേ. സായിന്റെ പോയി. അതിനപ്പുറം പോയാ അടാ നിങ്ങല എടാ ചെക്കനെ കിക്കന് ശരിക്കും എന്തോ ഇത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. പക്ഷെ സ്റ്റിൽ ചെക്കന് കുറച്ച് ഫീൽ ചെയ്തിനാണ്. അത് ചോദിക്കുകയും ചെയ്തിന്. എന്താ ചോദിച്ചാ? ഇങ്ങനെ പറയുന്നത് എന്താ സംഭവം? ഞാൻ പറഞ്ഞു നമ്മളെല്ലാം പറയലുണ്ട്, സീനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എടാ നിങ്ങളെല്ലാം പറയുന്ന പോലെ അല്ല. ചെക്കൻ പുതിയായിട്ട് വരുമ്പോ ചെക്കനെ പറയുമ്പോ ശരിക്കും അങ്ങനത്തെ ഒരു ഇത് വരുവാ. ഇത് നമുക്ക് മാപ്പറിയില്ല. പാവം ചെക്കനാടാ, വെറുതെ അല്ലിട്ടിട്ട്. മാപ്പറിയില്ല. കേക്ക് കട്ടുന്നടാ. കേക്ക് ഇല്ലടാ ഇവിടെ. നമ്മള് ചോദിച്ചു കേക്ക് ഇല്ല. കേക്കൊന്നും മുറിക്കണമെന്നില്ല. വേഗം പോവാ, കുളിക്കാ, മാറ്റാ, കിടന്നുറങ്ങും. അതൊന്നുമില്ല മുനു. ആഘോഷം തന്നിരിക്കും. നിങ്ങൾ കടന്നുറങ്ങിക്കോ. ഞാൻ പോയി, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞാൻ ഉറങ്ങൂല. ഞാൻ ഇറങ്ങി നടക്കും. 24 അടിക്കണം. 24 അടിക്കരുത്. ഞാനും പേര് ഒറ്റക്ക് കൊണ്ടോ. ഒറ്റക്ക് പോകുന്ന പരിപാടിക്ക് വെക്കണ്ട. ഉറങ്ങിക്കോടെ. നീ കടന്നുറങ്ങിക്കോ. ഇല്ല അയ്യോ, നീ ഒറ്റക്ക് പുറത്തേക്ക് പോകണ്ട. എന്തെല്ലാം പറഞ്ഞു. ഞാൻ വരും. ബ്രോ
Why do you love me so much, bro? വേണ്ട 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 ഓവർ സ്നേഹം കാണിക്കണ്ട. ഒരിക്കൽ മുമ്പ് വെച്ചൊരു 500 കൊണ്ടുവന്ന പട്ടിയുടെ കുറെ പ്രശ്നം വന്നില്ല. ശരിക്കും കാര്യം പറഞ്ഞ പഞ്ചവർണ്ണക്കുണ്ടായുള്ള തമ്പൂര Song ഒക്കെ അല്ല ആ ഒരു വീഡിയോയിലെ തായില് കിട്ടിയ അവസരം മുഴുവൻ മുതലാക്കി. എടാ നിങ്ങ വേണമെങ്കിൽ ഉറങ്ങിക്കോട്ടാ, ഉറങ്ങിക്കോ. എങ്ങനെ വന്നേന്ന് അല്ല ഒരു സോങ് ഉണ്ട്, ഒരു ലോഫി സോങ് ആയിട്ടുണ്ട്, എന്നിട്ട് ഉറങ്ങിക്കിടന്ന് ഉറങ്ങിക്കോ. അല്ലല്ല വേണ്ട 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 ഉറങ്ങിക്കോടാ, നീ തിന്നില്ലേ, നിന്റെ അടുത്ത പരിപാടി ഉറക്കും. അല്ല അതിനെ ആക്കുന്നതല്ല, ഇല്ലല്ല കുഴപ്പമില്ല കുഴപ്പമില്ല. നിനക്ക് ഉറങ്ങണ്ടേ? നീ ഉറങ്ങിക്കോ, വേണേ ഞാൻ ക്യാമറ പിടിക്കാം. അങ്ങനെ ആ മാത്രം അങ്ങനെ ഉറങ്ങുന്നത് അവരവര് വേണ്ടതൊക്കെ ഉറങ്ങി എണീക്കുക, ഒരാളായിട്ട് കമ്പനി കൊടുക്കും. അപ്പൊ എല്ലാവർക്കും റെസ്റ്റും കിട്ടും, അവന്റെ കാര്യം നടക്കും. അങ്ങനെ നോക്കി അടയിൽ പാട്ടോ. ആ തനിച്ച് ഉറങ്ങിക്കോ. റൂമിലെല്ലാം ഉണ്ടാവും എല്ലാരും. ഒരാളായിട്ട് ഉറങ്ങാം. അല്ല അല്ല റൂമിലൊന്നല്ല, എനിക്ക് പുറത്ത് പോണം. എന്നാ റൂമിൽ നിന്ന് എന്തുണ്ടാക്കാനാ? അതന്നെ പുറത്തു പോകുമ്പോ ഒരാളായിട്ട് ഉറങ്ങാം. ഉറങ്ങുമ്പോ എന്നാ എല്ലാവർക്കും ഒപ്പരം ഉറങ്ങാം. എടാ നിങ്ങ ഉറങ്ങിക്കോ, സീനില്ല. ഇത് എന്റെ കാര്യം ഞാൻ ചെയ്തോളും. അങ്ങനെ നിന്റെ കാര്യം നമ്മളെ കാര്യമൊന്നുമില്ല, എല്ലാവർക്കും കൂടിയിട്ടുള്ള കാര്യമല്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഹലോ ഹലോ എടാ അത്രയും ഉറക്ക ക്ഷീണുണ്ട് ഇവനല്ലേ. ഹലോ? ഉറങ്ങിയിട്ട് ഓന്റെ നീ നോക്കി കണ്ണു നോക്കിയത് ഒന്നും കൊണ്ടാണ്ട് കട്ട് ചെയ്തു. എന്തായാലും ഉറങ്ങണം. നമുക്ക് നോക്കാം എത്ര വരെ പിടിച്ചിരിക്കാൻ പറ്റൂന്നുള്ളൊരു. ഞാൻ പിടിച്ചോക്ക്, ഞാൻ അത്ര കാണി പിടിച്ചോക്ക്. ഞാൻ എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. കൊണ്ട് പറ്റുന്നത് തമ്മി നോക്കൂല്ല. ഞാൻ നാളെയും മറ്റന്നാളെയും അതിന്റെ അപ്പുറത്തും ചിലപ്പോ ഇത് അങ്ങനെ ഞാൻ കാര്യം പറയട്ടാ, ഒരാളോ രണ്ടാളോ ഓരോന്നോ ഉറങ്ങിയാൽ ഉപകാരം തരാം. ഒരാൾ ഉറങ്ങും, മറ്റേ കമ്പനി ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഭൂമി എല്ലാവരും ഒരുമിച്ച് നോക്കാം. അവർക്ക് ഏറ്റവും നല്ലത്. ഞാൻ മിനിമം രാവിലെ ഒരു 5 മണി വരെ രാവിലെ 5 മണിക്ക് ശേഷം ഞാൻ ഓടില്ല. നീ ഉറങ്ങിക്കോ, ഇപ്പഴേ ഉറങ്ങിക്കോ. എന്നിട്ട് ഒരു എന്താ പറയാ 8-9 മണിയാകുമ്പോൾ എണീച്ചാ അപ്പോഴത്തേക്ക് അടുത്തോളം ഉറങ്ങിക്കോ. നിങ്ങൾക്ക് എന്താ വന്ന് ഞാൻ എത്ര സമയം പിടിച്ചൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? 24 കംപ്ലീറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ചാറ്റ് പറ, ചാറ്റ് എന്താ പറയുന്നത് നോക്കട്ടെ. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് എനിക്കറിയാം. ഞാൻ 24 കംപ്ലീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യോ പവർ ബാങ്ക് ബില്ല് വാങ്ങാൻ സാധനം എടുക്കണം കേട്ടോ. മുകളിലേക്ക് സാധനം മുകളിലേക്ക് എടുക്കണം. ആവശ്യമുള്ള എടുത്താ പോരാ, ബാക്കി വണ്ടി തന്നെ വെച്ചാ പോരെ. ഏത് കെട്ടി അവിടെ പോയി പോരി, അവിടെ പിന്നെന്താ ഇങ്ങോട്ടേക്ക് പോരി. എന്തിനാണ് അല്ല നല്ലത്. കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട. കോംപ്ലിക്കേഷൻസ് എപ്പം വായി കുടുങ്ങി എല്ലാത്തിനും ഞാനിപ്പോ എല്ലാരും എന്താണ് സൈഡ് ഇളക്കുന്നത്? സൈഡല്ലടാ ഇപ്പൊ അധികം ഞാൻ കേൾക്കുന്നു. പാട്ട് വെക്ക്. ഇവിടെ എത്ര ഡിലേ ആയിട്ടാണെന്നറിയോ? ചാറ്റ് നിങ്ങളെ യെസ് നോ ഇപ്പൊ എനക്ക് വരുന്നത്. റേഡിയോയിലുള്ള പാട്ട് ചാറ്റ് റേഡിയോടാ. നാളത്തേക്ക് ഈ കാറിൽ ലേറ്റ് ആക്കണേ കേട്ടോ. രണ്ട് സൈഡിലും വെക്കല്ലേ ചെവിയത്. എല്ലാവരും ഇത് പവറാക്കാം. നാളെ ആണെങ്കിൽ ഗ്യാരേജ് കിട്ടി മനസ്സിലാക്കണം, ഈ ഡ്രഗ്സ് കെമിക്കൽ എല്ലാം നമുക്ക് തരുന്ന പവറില്ലേ, അതേ സാധനം നമ്മളെ ബോഡിയിൽ ഓൾറെഡി ഉണ്ട്. മനസ്സിലായാ? എല്ലാവരുടെ ബോഡിയിലും ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ ട്രിഗർ ചെയ്യാനുള്ള എഫേർട്ട് നമ്മൾ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. മനസ്സിലായാ? ഈ സാധനം പുറത്തുനിന്ന് വന്നെന്ന് വെച്ചിട്ട് ഇത് ഫ്യൂവലായിട്ട് വർക്കാവാൻ ചെയ്യില്ല. എനർജി, പുതിയൊരു എനർജി ആയിട്ട് വർക്കാവാൻ ചെയ്യില്ല. നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള എനർജിനെ ട്രിഗർ ചെയ്യാനുള്ള കാര്യങ്ങളാണത്. നമ്മളെ മൈൻഡിനെ ആ രീതിയിൽ ആക്കുന്നതാണ് എനക്ക് വന്ന് കെമിക്കൽസ് ആയാലും ഡ്രഗ്സും എല്ലാം. മനസ്സിലായാ? എനക്ക് വന്നില്ല അങ്ങനെ ഒരാൾക്ക് ഉറങ്ങാണ്ട് കളിക്കണം, ആക്റ്റീവായിട്ട് നിൽക്കണമെങ്കിൽ എമ്മിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യം നമുക്ക് ഇതായും ചെയ്യും. എനിക്ക് തോന്നുന്നു ഉപയോഗിച്ചാ പിന്നെ ഇല്ലാണ്ട് അങ്ങനെ ചെയ്യാനും കഴിയില്ല. മീൻസ് അഥവാ ഞാൻ ഇത് എമ്മടിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് ഇനി ഇത് ചെയ്യാൻ കഴിയാൻ പറ്റില്ല. മനസ്സിലായാ? ഇനി ഞാൻ ഇത് ചെയ്യാൻ പറ്റൂല. ഇനി ഞാൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും എനിക്ക് എമ്മ ആവശ്യം വരും. മനസ്സിലായാ? പിന്നെ അതിന് ശേഷം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും എനിക്ക് എമ്മ ആവശ്യം വരും. ഇവൻച്വലി ഞാൻ ഒരിക്കൽ പിടിക്കപ്പെടും. മനസ്സിലായാ?
You know what I'm saying? കാസ്ട്രോനെ വിളിക്കടാ, കാസ്ട്രോനെ meet ചെയ്യാം. എമ്മിന്റെ ആവശ്യം. I don't need M, bro. I'm the ultimate power source. Look at me. Say my name. That's my name. Niate. ഏതാ വെക്കുന്നത്? ഞാൻ ഇതിന് അഡിക്റ്റ് ആയി പോയി. എന്താ എടാ ഇത് ഞാനും അഡിക്റ്റ് ആയ അവര് വേറെ നേരത്തെ പോണം ചോദിച്ചു നോക്കാം. അവർക്ക് പോണായിരിക്കോടാ. അവര് പോയിക്കോട്ടെ. ചോദിച്ചു നോക്കാം, അതല്ല എന്റെ അവരങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല അതായത് ബാക്കി കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞേ. സീരിയസ്ലി 2 മണിയായി. 41 2 മണി ആയിട്ടില്ല, 1:41 അത്രേ. ഞാൻ 10 മണി. അതാ ഞാൻ പറയും, നിങ്ങൾക്ക് ഉറങ്ങണ്ടവർ ഉറങ്ങിക്കാൻ ഞാൻ പറയാം. എന്നെ നോക്കി നിക്കണ്ട. ഫിലിം സ്റ്റാറിന്റെ വണ്ടി ഫിലിം സ്റ്റാറിന് വേണ്ടിയാ? മറ്റേ ഇതല്ലേ അവരുടെ റൂമല്ലേ, കാരവാൻ. കണ്ണൂര് നമ്മ ആകെ കാണുന്ന ഉന്ത് വണ്ടിയാണല്ലേ. ഇവിടെ മറൈൻ ഡ്രൈവിൽ അപ്പൊ മഴ കൊള്ളൂല. മയത്ത് കളിക്ക ബൈക്കാണെങ്കിൽ നയിക്കാനറിയുന്ന ഒരു സീനാണ്. പക്ഷേ മഴ കുറയാൻ നോക്കാം. ദോശയായി ലോഫി മണ്ണപ്പം, പക്ഷെ സമയം പോയി കിട്ടും. കേട്ടോ ഷർട്ട് ഉണ്ട് റൂമില് രാവിലെ വെച്ചിട്ടുണ്ട്. ഏതാ ലോക്കറിന്റെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, വണ്ടിയിലെ കീഴില്ല. അപ്പുറം പിന്നെ നാളെ പരിപാടി എന്താ? നാളെ ഇബാദുർ റഹ്മാൻ ചാനലിൽ ബിസിനസ് പോഡ്കാസ്റ്റ്. പോഡ്കാസ്റ്റാ? ഓ ഞാൻ ഇതുവരെ ഒരു പോഡ്കാസ്റ്റിലായിട്ടില്ല. എനിക്കൊരു പോഡ്കാസ്റ്റ് കയറുന്നുണ്ട്. ഒരു പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്ത് പോകുന്നാല് റീച്ചുള്ള ഞാൻ പറയാം, നോക്കിട്ട് പറയാം, ആലോചിച്ചിട്ട് പറയാം. എവിടെയാന്നിത്? ബാദുർ റഹ്മാനെ ഓർമ്മയില്ല. ഞാൻ കണ്ട ഒരു ബിസിനസ്സാണ് മെയിനായിട്ട്. നമ്മ പോയിട്ട് വെറുതെ പൊട്ടങ്കളിയും വർത്താനമായിരിക്കും. നോർമൽ എടുക്കാൻ ചോദിച്ചോളാം. ഞാൻ നോക്കാം വരാതല്ലോ. വെറുതെ മൈൽ സ്റ്റോൺ കൊടുത്തില്ലല്ലോ. നടക്കുന്നുണ്ടാവില്ല ചോദിച്ചിട്ട്. നടക്കുന്നുണ്ടാവില്ലല്ലേ ചോദിച്ചിട്ട്. മൈൽ സ്റ്റോൺ ചോദിക്കല്ലോ. മൈൽ ബാക്കിയുള്ള സ്റ്റോൺ എന്റെ നാട്ടുകാരൻ്റെ ആണ്. അതിന്റെ ബോസ് എന്റെ വീട്ടിന്റെ അടുത്തല്ല. അങ്ങനെ പോയതാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്റർവ്യൂ കൊടുക്കലില്ല. അല്ല എനിക്ക് എന്തെങ്കിലും നല്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പോകും ഇന്റർവ്യൂക്ക്. നല്ല എന്തിനാ പോകും, അല്ലെങ്കിൽ വെറുതെ എന്തിനാണ് പോയിട്ട് ഓർക്ക്. ഓനെന്നെ ആ ഇന്റർവ്യൂ ഫസ്റ്റ് ആ മൈൽ സ്റ്റോൺ ഇന്റർവ്യൂക്ക് ഓനാണ് ഷാൽബിൻ എന്നെ പേര്. ഷാൽബിൻ അറിയോ? ഷാൽബിൻ ഓനെന്നെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കൂട്ടിയിട്ടല്ല, അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് തിരിച്ചെന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ എന്റെ ഒന്നിച്ച് വന്ന് ലിറ്ററലി ബസ്സില്. എന്നിട്ട് അന്നാളെ കൊണ്ടാക്കി സേഫല്ലാത്ത ആടെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. അങ്ങനത്തിലോട്ട് പോകുന്നത്. അതൊക്കെ അയച്ചെന്നെ വാട്സപ്പിൽ അയച്ചാ? അല്ല, വീഡിയോ അയച്ചിട്ടില്ല. ഇല്ല. ഏത് വ്ളോഗ്? നമ്മളൊന്നിച്ചുള്ള അങ്ങനെ എത്ര വട്ടം അപ്ലോഡ് ചെയ്തേ? ചങ്ങായി എങ്ങനെയാന്നല്ലേ അത് എങ്ങനെ ചെയ്യുന്നല്ലേ? നമുക്കൊന്നും ഒരിക്കലും കയ്യിലാലോ. എനക്ക് വന്ന് വേറെ ആർക്കും അയച്ചു കൊടുത്തിട്ടാ മറ്റാന്ന് സ്വന്തമായിട്ടാ? അതെങ്ങനെയാണ് അവർക്ക്? നീ ആലോചിച്ച് നോക്കാം. നമ്മള് ലൈവ് ഇട്ടപ്പോ കുറച്ച് കിട്ടിയില്ലല്ലോ ലൈവ് ടൈമിൽ ഏജന്റോട് ഇല്ലല്ലോ. ഫുഡ് കഴിച്ച് ചെയ്തേക്കും. ഒരു ദിവസം 2-3 വീഡിയോ ഒക്കെ ചെയ്യാൻ ഡെഡിക്കേറ്റഡ്.
ഓ ഇത് നേരത്തെ നമ്മള് ലൈവ് ചെയ്യുമ്പോ തന്നെ ഓൻ ഇപ്പുറത്ത് ക്യാമറ ഉണ്ടായിരുന്നല്ലേ ആരും എടുത്തത് ആ എടാ ഇയാളെ മിസ്സാടാ ശേ ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് ഞാൻ പിന്നെ മറന്നു പെട്ടെന്ന് അയാളെ കാര്യം ഞാൻ മറന്നു വേറെന്തോ ആ യാതില് അല്ല നിങ്ങള് സ്റ്റാൻഡില് തിരക്കില്ലല്ലോ നിങ്ങള് എല്ലാരും. അതിനോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ അവിടെ ആ അവിടെ സ്റ്റേഡിയത്തിൽ ആ പ്രഷർ കാരണമാണ് തൊപ്പി പോയിന്ന് ചോദിച്ചു. ഞാൻ താഴത്തുണ്ട്, നിങ്ങൾ താഴത്ത് ഇരുന്നില്ലല്ലോ കുറെ നേരം വൈഫൈ നോക്കിട്ട്. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ പോയേ പറഞ്ഞില്ല. അവസ്ഥ കാണുന്നില്ല. ഇരിക്കാതെ ചെയ്തോ കുഴപ്പമില്ല ഞാൻ നിൽക്കണ്ട. ഫുഡ് വെച്ചപ്പോ ഓടായല്ലോ. അല്ല ഇവനില്ല ഇവൻ പൊതുവെ ഇങ്ങനെയാണ്. ഇവനൊരു ഇല്ലടാ ഡയമണ്ട് ചോദിക്കും വാങ്ങി കൊടുക്കേണ്ടി വരും. പിന്നെ 5 കൊല്ലത്തിലാകുമ്പോഴത്തോട് കൊടുക്കേണ്ടി വരും. എന്ത് ലൈവിലൊന്നും മുകളിൽ കയറി ഈ പുട്ട് ഞാൻ പറയട്ടെ മുട്ട അടിച്ചിട്ട് നിനക്ക് കിട്ടുന്ന 5 കൊല്ലത്തിന്റെ ലാഭം കൊണ്ടിരിക്കും നീ ഇത് വാങ്ങാം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കൂല. ആയിക്കോട്ടെ, ഞാൻ 5 കൊല്ലത്തിന്റെ ലാഭത്തിന് മുമ്പ് ഞാനൊന്നുമില്ല ഒരു കാറ് വാങ്ങിയണം. നീ എന്താ വാങ്ങിയതാ? നീ നഷ്ടം എത്തിക്കൊണ്ട് വിഷമായി മറ്റേ ബീജം ഇട്ടെടുക്ക്, ബീജം ഇട്ടെടുക്ക്. ഞാൻ നിർത്തേ ഡിമോട്ടിവേറ്റ് ഞാൻ നിർത്തേ. എങ്ങനെ കമ്പനി ലാഭത്തിലാകാം? 251 സീക്രട്ട് ഏജന്റിനെ വിളി. എന്തായാലും വരൂലേ വിളിച്ചു നോക്കണമെന്ന്. ഞാൻ ആദ്യം കൊടുത്തു ഇന്നലെ രാത്രി കഴിഞ്ഞു. താങ്ക് യു. മീശ പഠിക്കാതെ താടിയും പഠിക്കാതെ എനിക്കൊന്ന് ഹാപ്പി ബർത്ത്ഡേ കൊടുക്കണ്ട. കേക്കൊന്നും വേണ്ട, പത്രക്കൽ എന്താ ആഘോഷം? താടി പഠിക്കണോ? ഇപ്പൊ ഇന്നെന്തായാലും നടക്കൂല. ഇതൊന്നും ഇങ്ങനെ ചേർന്നിട്ട് ഞാൻ ആക്കി വെച്ചോ. ഞാൻ പഠിക്കണോ? അങ്ങനെ ഫസ്റ്റ് നമ്മൾ 4 മണിക്കൂറത്തെ കണ്ടിന്യൂസ് വീഡിയോ ആയിട്ടുണ്ട്. 4 മണിക്കൂറാ? വേണമെങ്കിൽ കട്ടേറ്റൊന്നും കൂടി ഇട്ടോ. വേറെ പട്ടി ഡ്രസ്സല്ലേ? 5 മണിക്കൂറാണ് എന്റെ ലക്ഷ്യം. സ്റ്റാൻഡേർഡ് വെച്ചാൽ മതി. ഇത്രയും നേരത്തെ മൊത്തം റേഞ്ച് കട്ടായിട്ട് ഇതാന്നൊരു ലെവലില് കിട്ടിയത്. 4 മണിക്കൂർ കട്ടാണ്ട് കിട്ടി. ഇത് കണ്ടിന്യൂസ് കിട്ടിയല്ലേ? കിട്ടി. അല്ലെങ്കിൽ എങ്ങനെയായിട്ട് ഒരു പോയിന്റിൽ നെറ്റ് കട്ടോ. നെറ്റ് പോയിട്ട് പിന്നെ റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. 1.5 മണിക്കൂർ അങ്ങനെ വെച്ചിട്ടാ പോകുന്നു. ഈ സമയത്ത് അവിടെ പോയാലും നെറ്റും കിട്ടും. രാത്രി ആയില്ലേ? എന്റെ വയറും ഇതെല്ലാം ഉണ്ട്. സ്പീക്കർ എടുക്കണ്ടേ? മുന്നിൽ ഓഫ് ചെയ്യല്ലാണ്ട് അതിനപ്പുറത്ത് പോലില്ല. മുന്നിന്റെ ഏറ്റവും ഹൈപ്പർ എനർജി ആകുന്ന ലോഫ് ചെയ്യാൻ അതിന്റെ മുകളിലേക്ക് മുന്നോക്കില്ല. ഇവിടെ നല്ല ഫുഡ് തിന്നിട്ട് വരും.
അങ്ങനെയല്ലടാ ഞാൻ രാവിലെ നമുക്ക് എന്തായാലും ഇറങ്ങിക്കൂടെ. ദോശ എന്താണ് മറ്റേ ചങ്ങായി മറ്റേ രാവിലെ തന്നെ ഇവിടെ ഇതാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് നമുക്ക് എടുക്കില്ല. എത്ര പൈസക്കാരനായെന്ന് പറഞ്ഞില്ല, നമുക്ക് ഈ ബ്രെഡ് നടക്കുക. ഇടക്കിടക്ക് ഓരോ മൂടാണ്. എന്റെ ആൻഡ്രോയിഡ് മടക്കുമ്പോൾ വിളിക്കണം. ഇപ്പൊ ആരും മൊത്തം വെക്കാനില്ലാന്ന് പറഞ്ഞു. എനിക്ക് ഇത്ര അറിയാം മൊത്തം തുണിയില്ലാണ്ട് ഓരോ ഫോട്ടോസ് ഒന്നല്ലേ തുണി പൊക്കി പിടിച്ചിട്ട് നല്ല കണ്ടിന്. ഇതെല്ലാം ഫേസ്ബുക്കിൽ എത്ര കാലം കളിക്കുന്നുണ്ട് വിചാരം. നീ എന്നെ ഉമ്മ വെച്ചതല്ലേ, ഇനി 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ എത്താം. അത് വന്നിട്ട് 5 കൊല്ലം അവിടെ കളിക്കുന്നത്. തോന്നുമ്പോ കുത്തിയാ നോക്കുമ്പോ കാണാം. ഓ അടക്ക ഓർമ്മണ്ടാ, അത് ബേബിജി നമുക്ക് അന്ന വരികയാണ്. ബേബിജി നമുക്ക് അന്ന വരികയാണത്. ഞാൻ ഇന്ന് രാവിലെ അല്ല ഉച്ചക്ക് ഇതിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഫുൾ ടൈം ലൈവ് ഉണ്ടാവും. എപ്പോൾ ലോക്കോയിൽ എന്നെ ക്ലിക്ക് ചെയ്താലും എന്റെ ലൈവ് കാണാൻ പറ്റുമത്. അപ്പൊ സ്പോട്ടിൽ അവന്റെ വായിൽ വന്നൊരു വരി പറഞ്ഞിങ്ങനെ. ഓൻ റാപ്പർ അല്ലേ, അതുകൊണ്ട് ഇങ്ങനത്തെ വരികളും അവന്റെ വായിൽ വരും. തോന്നുമ്പോ കുത്തിയാ നോക്കുമ്പോ കാണാം. എപ്പോ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയാലോ ഞാൻ ലൈവ്. പക്ഷെ അവന്റെ സ്പോട്ടിൽ ആ മൊമെന്റിൽ അവന്റെ വായിൽ ആ സാധനം വന്ന അത് റാപ്പേഴ്സിന് മാത്രം കഴിയുന്ന ഒരു സംഭവമാണ്. ഒരു പെട്രോൾ അടിക്കാണല്ലോ ഇവരല്ലേ. കാർഡ് നമ്മളിൽ ഇല്ലാന്ന് എനിക്ക് അറിയോ. വണ്ടി ആവശ്യമില്ലല്ലോ. എന്റെ ബാഗ് എടുത്തോടെ എന്തായാലും. ഞാൻ ചെയ്യാം. ठीक है, मैं बात करके आया. किधर है बात? अंदर है. किधर भी तो बात करेगा मुश्किल नहीं है. അല്ലേ അങ്ങനെ ഗ്രാമർ രാത്രി 2 മണിക്കെല്ലാം ഗുഡ് മോർണിംഗ് എന്ന് അറിയാം. അറിയില്ല കൊണ്ട് വയ്ക്കുന്നത് അങ്ങനെ. ഗുഡ് നൈറ്റ് അല്ലേ അതാ ഞാനും ആലോചിക്കുന്നത്. ഒരു മോർണിംഗ് ഒരു 4 മണിയിലാകുമ്പോ പക്ഷെ വേറൊരു സംഭവം ഉണ്ട്. എനിക്ക് വന്ന് നമ്മ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോ ഗുഡ് നൈറ്റ് പറയാൻ കഴിയില്ലല്ലോ. എങ്ങനെയോ നമ്മ ഗുഡ് ബൈ പറയുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ ഗുഡ് നൈറ്റ് പറയാ. ബൈ പറയുന്നതായിട്ട് ബന്ധപ്പെട്ടില്ലേ ഗുഡ് നൈറ്റ് പറയാ. അപ്പൊ ആദ്യം ഒരാളെ കാണുമ്പോ തന്നെ ഗുഡ് നൈറ്റ് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ആ ഒരു സെൻസിൽ നോക്കുമ്പോ ചോദിക്കൂലേ എന്ത് എന്താ ചെയ്യുന്നേ, ശരി ഗുഡ് നൈറ്റ് അങ്ങനല്ല പറയാ. എനിക്ക് നല്ല ഉറക്കുണ്ടല്ലേ, നല്ല ഉറക്കുണ്ടല്ലേ. എന്റെ കളിയും അന്നിത്തു വർത്താനും കണ്ണും കറക്റ്റൊക്കെ ഇറങ്ങി പോയി. അങ്ങനെ തന്നെ ചെരിഞ്ഞോട്ടാ. ചെരിഞ്ഞ ആന ചെരിഞ്ഞ പോലെ ചെരിഞ്ഞ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇങ്ങോ അന്നെ കൂട്ടാണ്ട് പുറത്തു പോകുന്ന പറയുമ്പോ എന്തോ ഒരു മടി ഉറങ്ങാൻ വേണ്ടിട്ട്. ഉറങ്ങിക്കോടാ. ഇത്ര നീ എന്താ പറയുന്നത്? 3ാമത്തെ ദിവസമല്ലേ ഉറക്കുകയെന്ന്. നാളത്തെ 5 മിനിറ്റ് ഉറങ്ങില്ല. വണ്ടി ഓടിച്ചാൽ നടക്കുന്ന ഈ കളനായിന്റെ മോനെ വണ്ടി ഓടിപ്പിച്ചാൽ മതിയെന്നു. ഞാൻ കിട്ടിയ അത് ഓടിച്ചില്ല. ഉറങ്ങിപ്പോയി കണ്ണെല്ലാം പൂട്ടീനി. എന്നിട്ട് അവർക്ക് തീരെ വയ്യാത്തോണ്ടല്ലേ ലോക്കല്ലേ. അല്ല അവര് ജസ്റ്റ് എത്ര ടൈം വരെ വേറെ വേണ്ട ആളെത്തി. ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ചെന്നാ റൂം എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്കെന്നാ അവിടെ എവിടെയെങ്കിലും ഇരുന്നാലാ. വൈറ്റ് ക്യാപ്പിനെ ഫുൾ ഡബിൾ ഇട്ട് വൈറ്റ് ക്യാപ്പിനെ മിക്സ് ചെയ്തെന്ന് പറഞ്ഞ ആൾക്കാർ. നീ പോയപ്പാ നിന്റെ വില ഓർക്ക് മനസ്സിലായി അറിയോ. സീരിയസ് തമാശ അതാണ്. പോയപ്പാ ഡബ്ല്യു വൈറ്റ് ക്യാപ്പ് വരുന്നു. മറ്റേ നിന്റെ മറ്റേ സാധനം ഇങ്ങനെ എന്തോ സാധനമില്ലേ ഷമീറ എന്റെ ബാഗ് എടുത്ത് ഷമീറ പ്ലീസ്. നെറ്റിപ്പോ കേട്ടോ, നെറ്റിപ്പോ പോകും.
ഇവരെടുത്തോ ഷമീർ ഓർക്കുന്നു വഴിയരികെ